10ാം ക്ലാസ്സിൽ തന്നെ ഏറ്റവും എളുപ്പവും സിമ്പിൾ ആയിട്ടുള്ള എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള എളുപ്പമുള്ള ചാപ്റ്റർ ആണ് എന്ത്? ശബ്ദ തരംഗങ്ങൾ. ഓക്കെ, അങ്ങനെ തന്നെ പറയാം, എളുപ്പമുള്ള ചാപ്റ്റർ എന്ന് തന്നെ പറയാം. 10ാം ക്ലാസ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഫിസിക്സ് ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പലരും പേടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എല്ലാവർക്കും തന്നെ ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഒരു എളുപ്പമുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ് എന്ത്? ഫിസിക്സ് വരുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ ചാപ്റ്ററിലേക്ക് ഒന്ന് കടന്നാലോ? ശബ്ദ തരംഗങ്ങൾ. ഈ ഒരു ചാപ്റ്ററിനെ ഇവർ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ആലോചിക്കാനും മനസ്സിലാക്കാനും ചാപ്റ്ററിലേക്ക് എന്താണ് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ചിന്തിച്ചുകൊണ്ട് ഈ ചാപ്റ്ററിലേക്ക് എന്താണ് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് ഇവരൊരു ചെറിയൊരു സിറ്റുവേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഒരു കുട്ടി ഇവിടെ എന്താ ചെയ്യുന്നത്? ഊഞ്ഞാലാടിക്കൊണ്ട് നിൽക്കുകയാണ്. ബാക്കി കുട്ടികളുടെ അവരെ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട്. ടീച്ചർ ടീച്ചർ ഈ കുട്ടികൾ എന്താണ് നോക്കി നിൽക്കുന്നുണ്ട്. അതായത് ടീച്ചറാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഗൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു റെഫറി പോലെ, ഗെയിമിലൊക്കെ എന്താവുന്ന റെഫറി പോലെ എന്താണ് ടീച്ചർ ഇവർ എല്ലാവരും പ്രോപ്പർ ആയിട്ടല്ലേ എല്ലാം ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ടീച്ചർ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം അടുത്ത ഊഞ്ഞാലാടാനുള്ള കുട്ടി പറയുന്നു, ടീച്ചറെ ഈ കുട്ടി ഊഞ്ഞാലാടിക്കൊണ്ട് നിൽക്കുന്ന കുട്ടി എന്താണ് എന്ത് ചെയ്തു? ഈ ഊഞ്ഞാലാടിക്കൊണ്ട് നിൽക്കുന്ന കുട്ടി എന്താണ് 10 ആട്ടം ആടിക്കഴിഞ്ഞു. അതായത് ഒരു കുട്ടിക്ക് 10 ആട്ടം ആടാനാണ് എന്തുള്ളത്? ഇവിടെ അവസരമുള്ളത്. അപ്പൊ ഈ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന കുട്ടി എന്താണ് 10 ആട്ടം ഓൾറെഡി ആടിക്കഴിഞ്ഞു, അടുത്തത് എന്റെ അവസരമാണ് ടീച്ചറെ എന്ന്. പക്ഷെ ആ ഊഞ്ഞാലാടുന്ന കുട്ടി പറയുന്നത് എന്താണ്? ഇല്ല ടീച്ചറെ, ഞാൻ 10 ആട്ടം ആടിയിട്ടില്ല, ഞാൻ വെറും 5 ആട്ടം മാത്രമോ ആടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഈ ആദ്യം പറഞ്ഞ കുട്ടി എന്താ കള്ളം പറയാണ്? ചുമ്മാ ഒരാൾ കള്ളം പറയൊന്നുമില്ലല്ലോ. ശരിക്കും എന്താ സംഭവം ഇവിടെ? ആരോ ഒന്ന് ഈ സിറ്റുവേഷനെ നോക്കിക്കണ്ട കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. ഓക്കെ, ടീച്ചർ പറയുന്നത് എന്താണ്? കുട്ടി 5 ആട്ടം മാത്രമോ ആയിട്ടുള്ളൂ. അതെന്താ അങ്ങനെ? അപ്പൊ നമ്മളെ ഫസ്റ്റ് കുട്ടിക്ക് എന്താണ് തെറ്റാനുള്ള കാരണം? അവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിട്ടാണ് എന്ത് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. ഓക്കെ, അതെന്താന്നുള്ളത് നമ്മൾ ഒരു ചെറിയ ടോപ്പിക് പറയുമ്പോൾ എന്താണ് അതിന്റെ കൂടെ പറയും. ഈ കാര്യം നിങ്ങൾ എന്താ ഒന്ന് ആലോചിച്ച് വെച്ചാൽ എന്താണ് അത്രയ്ക്കും നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ടീച്ചർ ശരി വെച്ചത് എന്താണ്? 5 ആട്ടം മാത്രമോ ആയിട്ടുള്ളൂ എന്നാണ് ടീച്ചർ ശരി വെച്ചത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് മനസ്സിലാക്കുക? ഇത് ഏത് ചലനമാണ്? ഈ ഊഞ്ഞാലിന്റെ ആട്ടം എന്താണ്? ഏത് ചലനമാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കേ. ഇവിടെ എന്ത് കാണാം? ഊഞ്ഞാൽ എന്താണ് മുന്നോട്ടും ബാക്കോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ടും ബാക്കോട്ടും ആടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു പോയിന്റ് എത്തുന്നവരെ എന്താണ് അത് കണ്ടിന്യൂസ് ആയി ആടിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ? അപ്പൊ ഇനി ഇവിടേക്ക് എടുക്കാം. അപ്പൊ നമ്മളെ ഊഞ്ഞാല്, നമ്മൾ ഇതാണ് ഊഞ്ഞാൽ എന്ന് വിചാരിക്കുക. ഈ ഊഞ്ഞാൽ എന്താണ് ഒരു പോയിന്റ് അല്ലെന്ന്, അല്ലെങ്കിൽ ഊഞ്ഞാല് നമ്മൾ ആടാത്ത സമയത്ത് എന്താണ് അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയായിരിക്കും അല്ലെ? അതിനെ നമ്മൾ എന്താണ് ഒന്ന് എ വരെ കൊണ്ടുപോയി ആട്ടി വിടുന്നു. അപ്പൊ എ വരെ ആടി പോകുന്ന ഊഞ്ഞാല് തിരിച്ച് ബി വരെ എത്തും. ഊഞ്ഞാൽ എല്ലാവരും ആടുന്നതല്ലേ, അപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ എ വരെ ബാക്കോട്ട് പോകുന്ന ദൂരവും ബി വരെ മുന്നോട്ട് പോകുന്ന ദൂരം എന്താണ് തുല്യമായിരിക്കും. ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് എന്താ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ലേ? എ എന്ന് വരെ പോയിന്റ് വരെ പോകുന്ന ദൂരവും ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെ പോകുന്ന ദൂരവും എന്താണ് തുല്യമായിരിക്കും. ഓക്കെ, ഇവിടെ ഏത് തരം ചലനമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരം മോഷനാണ് നടക്കുന്നത്? പലതരം ചലനങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാലോ, പലതരം മോഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇതിൽ ഏതാണ് നടക്കുന്നത്? അപ്പോൾ ഇവിടെ 2 ഓപ്ഷനാണ് നമുക്ക് തന്നത്. എന്താണ്? വർത്തുളവും അതേപോലെ എന്താണ് ദോലനവും. ഓക്കെ, ഇതിൽ ഏതാണ്? അപ്പൊ ഏതാണ് നമുക്ക് ദോലനം എന്ന് പറഞ്ഞ എന്താ വാക്ക് എന്താ നമുക്ക് മനസ്സിലായിട്ടില്ല, നമ്മൾ അത് പഠിച്ചെത്തിയിട്ടില്ല അല്ലേ? അപ്പൊ എന്താണ് ദോലനം എന്താന്നുള്ളത് നമുക്ക് അറിയില്ല. വർത്തുളം എന്താന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വർത്തുളം എന്താണ്? വൃത്തവുമായിട്ട് എന്താണ് ഒരു ബന്ധമുള്ള ഒരു വേർഡ് അല്ലേ വർത്തുളം, അല്ലേ? അതായത് വൃത്തത്തിൽ അല്ലെങ്കിൽ വട്ടത്തിൽ എന്താണ് ചലിക്കുന്ന മോഷൻ, അല്ലെങ്കിൽ വട്ടത്തിലാണ് ഈ മോഷൻ എങ്കിൽ കംപ്ലീറ്റ്ലി ഒരു സർക്കുലർ പാത്ത് അല്ലെങ്കിൽ ഒരു വട്ടം അല്ലെങ്കിൽ ഒരു വൃത്തം ഫോളോ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് വർത്തുളമായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മളെ ഊഞ്ഞാൽ എന്താണ്? നമ്മളെ ഊഞ്ഞാല് ഇത് ഊഞ്ഞാലാണെങ്കിൽ എന്താണ് ഊഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് തിരിച്ചിവിടെ എത്തുന്നുണ്ടോ? ഫുള്ളായിട്ട് ഉണ്ടോ? എന്നോട് വെച്ച് ഞാൻ പറയും അങ്ങനെ എത്തുന്നില്ല. ഊഞ്ഞാൽ എവിടെ വരെ പോകുന്നുള്ളൂ? ഇവിടെ വരെ പോയിട്ട് ഫ്രണ്ട് വരെ പോയിട്ട് എന്താണ് ഊഞ്ഞാൽ ഫ്രണ്ട് വരെ പോയിട്ട്
ഇങ്ങനെ പോവും, ഇവിടെ എത്തുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരും, ഇവിടെ തിരിച്ചെത്തി ഇവിടുന്ന് എന്താ ബാക്കോട്ട് പോകും. ഇങ്ങനെയല്ലേ ഊഞ്ഞാലിന്റെ ചലനം നടക്കല് അല്ലേ? ഊഞ്ഞാലിന്റെ ചലനം നടക്കുക എങ്ങനെയാണ്? അപ്പൊ ഇതൊരു വർത്തുളം ചലനമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഉത്തരം കിട്ടിയല്ലേ, ഇത് വർത്തുളം ചലനമല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അത് എന്ത് ചലനമായിരിക്കും? ദോലനം ചലനമായിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ദോലനം എന്താന്ന് നമുക്ക് പഠിക്കാം. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാണ്. ഓക്കെ, ഇനി ഊഞ്ഞാൽ സ്വതന്ത്രാവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം, അതായത് തുലന സ്ഥാനം ഏതാണ്? അതായത് ഊഞ്ഞാല് നമ്മൾ ആട്ടാണ്ട് അല്ലെങ്കിൽ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുകയായിരിക്കും ചെയ്യുക അല്ലെ? ഈ ഒരു സ്ഥാനത്തിനാണ് എന്ത് പറയുന്നത്? തുലന സ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലന സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഈ ഊഞ്ഞാല് അനങ്ങാതെ ചലനത്തിലല്ലാതെ നിൽക്കുന്ന ആ ഒരു സ്പെഷ്യൽ സ്വതന്ത്രാവസ്ഥയിൽ നിൽക്കുന്ന പോയിന്റിനാണ് എന്ത് പറയുന്നത്? തുലന സ്ഥാനം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ ഏതാണ് നമ്മളെ തുലന സ്ഥാനം? അതെ, കണ്ടാൽ തന്നെ മനസ്സിലാവല്ലോ ഏതാണ് നമ്മളെ തുലന സ്ഥാനം. ഞാൻ പറയുന്നു ഇത് O ആണ് നമ്മളെ തുലന സ്ഥാനം അല്ലേ? നമ്മൾ ഈ ഊഞ്ഞാൽ ഒന്നും ആട്ടാണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും? ഈ ഓയിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇവിടെ തുലന സ്ഥാനം ആരാണ്? നമ്മുടെ O ആണ് നമ്മുടെ തുലന സ്ഥാനം. ഓക്കെ, ഇനി നമുക്ക് എന്ത് പഠിക്കാം? ഇപ്പൊ നമ്മൾ പറഞ്ഞ ദോലനം ചലനം അല്ലെങ്കിൽ ദോലനം എന്താന്ന് പഠിക്കാം. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഒരു വശത്തേക്ക് ചലിക്കുന്നതാണല്ലോ ദോലനം. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു വസ്തു, ഇത് നമ്മളെന്താണ്, തുലന സ്ഥാനമായ O ആണ്. ഈ Oയെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ, അതായത് സെയിം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെയിം ദൂരം ഇത് ചലിക്കണം. കൃത്യമായ ഇടവേളകളിൽ എങ്ങോട്ടാണ്? ഇരുവശത്തേക്കും ചലിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ചലിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. ഒരു വശത്തേക്കല്ല കേട്ടോ, ഇരുവശത്തേക്ക് തന്നെയാണ്. ഒരു വശത്തേക്ക് പോയാൽ എന്താണ്? ഒരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് തിരിച്ചടുത്ത വശത്തേക്ക് തന്നെ എത്തും. അപ്പൊ എന്ത് നമ്മൾ പറയണം? ഇരുവശത്തേക്കും ചലിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. എളുപ്പല്ലേ? ഇത്ര എളുപ്പത്തിൽ നമ്മൾ സ്ഥാനം പിടിച്ചല്ലോ. ഇനി അടുത്ത് നോക്കിയേ, ഈ ചിത്രത്തിൽ തുലന സ്ഥാനത്തിനു ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്രയാണ്? ഈ ചിത്രത്തിൽ എന്താണ്? തുലന സ്ഥാനത്ത് നിന്ന് ഉള്ള പരമാവധി, ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്ര? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്? തുലന സ്ഥാനത്ത് നിന്ന് എത്ര ദൂരം ബാക്കോട്ട് പോയി, അല്ലെ തുലന സ്ഥാനത്തിൽ നിന്ന് എത്ര ദൂരം മുന്നോട്ട് പോയി, ഇത്രയും വലിയ ഇവിടെ ചോദിക്കുന്നുള്ളൂ. എത്ര ദൂരം പോയിട്ടുണ്ട്? ഇതാ ഇവിടെ കണ്ടാൽ മനസ്സിലാവും A ആണ്. ഇവിടെ വരച്ചാൽ മനസ്സിലാവും A ആണ്. എത്ര മുന്നോട്ട് പോയി? A മുന്നോട്ട് പോയി. ഓക്കെ ആണോ? വളരെ എളുപ്പമല്ലേ? ഇനി തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി. അതായത് ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? തുലന സ്ഥാനത്തിൽ നിന്ന്, നമ്മളെ തുലന സ്ഥാനത്തിൽ നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ്. എന്താണ്? പരമാവധി സ്ഥാനാന്തരം എന്ത്? ദോലനം. സോറി, ദോലനമല്ല, ആയതി എന്ന് പറയുന്നത്. ഓക്കെ, ആയതി എന്താണ്, എന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? ഏത് അക്ഷരം കൊണ്ടാണ് നമ്മൾ ആയതിയെ നമ്മൾ A എന്ന അക്ഷരം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, A എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതി എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാവധി എന്താണ്? സ്ഥാനാന്തരം അല്ലെ? സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ദൂരം അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അല്ലെ? അപ്പൊ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് എന്താണ്? മീറ്റർ അല്ലേ? അതെ, ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റും എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. ഇത്ര എളുപ്പല്ലേ? സിമ്പിൾ അല്ലേ പറഞ്ഞത്? ഓക്കെ, നമുക്കിനി അടുത്ത നോക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു ഒരു ആയതി എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഒരു ആയതി എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പറയാണ്. നമ്മളെ ഒരു ഊഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ എന്താണ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എത്തുന്നു. തുലന സ്ഥാനം ഞാൻ വരയ്ക്കുന്നില്ലേ, വേണമെങ്കിൽ അതും വരച്ചു വെക്കാം. തുലന സ്ഥാനം വരച്ചു വെച്ചു. O എന്ന് പറഞ്ഞ തുലന സ്ഥാനം വരച്ചു, A വരച്ചു, B വരച്ചു.
എയിൽ നിന്ന് തുടങ്ങി ഓയിലെത്തി, ഓയിൽ നിന്ന് ബിയിലെത്തി, തിരിച്ച് ഓയിലെത്തി, തിരിച്ച് എയിലെത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് പറയാൻ പറ്റുള്ളൂ, അവിടെ ഒരു ദോലനം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ്? നമ്മൾ എയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതെന്ന് വെച്ചാൽ എയിൽ നിന്ന് തുടങ്ങി ഓയിൽ കൂടെ ബിയിലെത്തുക, ബിയിൽ എത്തിക്കഴിഞ്ഞിട്ട് എന്താണ്, ബിയിൽ നിന്ന് ഓയിലൂടെ തിരിച്ച് എവിടെ എത്തണം, എയിലെത്തണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു ദോലനം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ സംഭവിച്ചു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഇത്രയ്ക്ക് എളുപ്പമാണോ? ഇനിയിപ്പോ എ എന്നല്ല തുടങ്ങുന്നത്, ഇനി ബി എന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബി എന്നാണ് തുടങ്ങാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ബിയിൽ നിന്ന് തുടങ്ങി ഓയിലെത്തി, ഓയിൽ നിന്ന് എയിലെത്തി, എയിൽ നിന്ന് തിരിച്ച് ഓയിലേക്ക് പോയി, പിന്നെ ബിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഒരു ദോലനം പൂർത്തിയായി എന്ന് പറയാം. ഓക്കെ, എളുപ്പമല്ലേ? ഇനി ഓയിൽ നിന്നാണ് തുടങ്ങുന്നത് വെച്ചാലോ, ഓയിൽ നിന്ന് തുടങ്ങിക്കൂടെ? ഓയിൽ നിന്ന് തുടങ്ങി എങ്ങനെയായിരിക്കും, ഓയിൽ നിന്ന് തുടങ്ങി മുന്നോട്ടാണ് പോകുന്നത് വെച്ചാൽ ബിയിലെത്തി, ബിയിൽ നിന്ന് ഓയിലെത്തി, ഓയിൽ നിന്ന് എയിലെത്തി, തിരിച്ച് ഓയിലെത്തി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു ദോലനം കംപ്ലീറ്റ് ആവുന്നത്. എങ്ങനെയാണ്? ഇവിടുന്നാണ് നമ്മൾ തുടങ്ങുന്നത് വെച്ചാൽ ഇവിടുന്ന് ആദ്യം ബിയിലെത്തുക, ബി എന്ന് പറഞ്ഞ പോയിന്റിലെത്തുക, ബിയിൽ നിന്നാണ് തിരിച്ച് ഓയിലെത്തുക. അപ്പോൾ ഒരു ദോലനം കംപ്ലീറ്റ് ആവൂലേ? ഒരു ദോലനം കംപ്ലീറ്റ് ആണെങ്കിൽ തിരിച്ച് ബാക്കോട്ടും പോകണ്ടേ, എയിലേക്കും പോകണ്ടേ, ഇവിടെ എ ഉണ്ട്. അപ്പോൾ ബിയിൽ ഓയിൽ നിന്ന് എന്താണ് എയിലേക്ക് എത്തുക, എയിൽ നിന്ന് തിരിച്ച് ഓയിലേക്ക് എത്തുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്താണ് ഇവിടെ ഒരു ദോലനം കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, ഇങ്ങനെ എന്താണ്, ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഒരു ദോലനം എങ്ങനെയാണ് കംപ്ലീറ്റ് ആവുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര എളുപ്പത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതെ, വെറും കുറച്ച് സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററിന്റെ ബേസിക് പാർട്ട് നമ്മൾ കവർ ചെയ്തു. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ ക്ലിയർ ആയിട്ട് നോക്കാം.